എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ജ്ഞാനമുദ്രയെക്കുറിച്ചാണ്. അപ്പോൾ മുദ്രകൾ എന്താണെന്നും അത് നമ്മൾ നിരന്തരം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളുടെ കൈകൾ അതിൽ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചാനലാണെന്നും ഒക്കെ ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജ്ഞാനമുദ്ര എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്നാലും അതിൻ്റെ ഒരു 4 വെർഷൻ അല്ലെങ്കിൽ 4 രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ കഴിഞ്ഞു പോയ ജന്മത്തിൽ നമ്മളുടെ സോൾ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ആ സോളിന് എന്തെല്ലാം അറിവുകളുണ്ടെന്നും അത് നമ്മൾക്ക് മനസ്സിലാക്കി തരാനും അത് നിങ്ങളുടെ ഈ ജന്മത്തിലെ ലൈഫ് പർപ്പസിലേക്ക് കണക്ട് ചെയ്യാനായിട്ടും ഒക്കെ സഹായിക്കുന്നത് എങ്ങനെ എന്നിവിടെ പറയുന്നു. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളും തരുന്ന ഒരു പ്രോത്സാഹനം, സജഷൻസ്, പോസിറ്റീവ് എനർജി, കമൻസ്, മോട്ടിവേഷൻ എല്ലാത്തിനും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അപ്പോൾ മുദ്രകൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, നമ്മളുടെ ഓരോരുത്തരുടെയും നല്ല കാര്യത്തിന് നമ്മളുടെ ആരോഗ്യപരമായിട്ട്, സ്പിരിച്വലായിട്ട്, മെൻ്റലായിട്ട്, ഇമോഷണലായിട്ടെല്ലാം വളരെ ബാലൻസ് ചെയ്ത് വളരെ ന്യൂട്രലായി നിന്നുകൊണ്ട് നമ്മൾക്ക് ഓരോ നിമിഷവും ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ കൈകൾ അതിനൊരു ചാനലായിക്കൊണ്ട് പ്രപഞ്ചശക്തിയുമായിട്ട് എപ്പോഴും കണക്റ്റഡായി നിൽക്കാനായിട്ടെല്ലാം നമ്മൾക്ക് മുദ്രകൾ നമ്മളെ സഹായിക്കുന്നു. അതിൽ ഒരു മുദ്രയാണ് ജ്ഞാൻ മുദ്ര. ഇത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് നമ്മളുടെ കൈകളിലെ വിരലുകളെല്ലാം പഞ്ചഭൂതങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. അതിൽ നമ്മൾ പ്രപഞ്ചശക്തിയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആ ഒരു മുദ്രയാണ് ജ്ഞാൻ മുദ്ര. അപ്പോൾ നമ്മൾ എന്ന് പറയുന്ന ഓരോ സോളും നമ്മളുടെ പ്രപഞ്ചശക്തിയുമായിട്ട് എപ്പോഴും കണക്റ്റഡായി നിന്നുകൊണ്ട് നമ്മൾ ഈ ഒരു രീതിയാണ് ജ്ഞാൻ മുദ്ര. ഇതിനെ നമുക്ക് 4 വെർഷനിൽ മാറ്റി നമുക്ക് ചെയ്യാം. എല്ലാ ദിവസവും രാവിലെ മെഡിറ്റേഷൻ കഴിഞ്ഞ് ഒരു 25 മിനിറ്റ് നമ്മൾ ഈ ഒരു മുദ്രയിൽ ഈ 4 വെർഷനും പ്രാക്ടീസ് ചെയ്താൽ അതിൻ്റേതായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ഗുണങ്ങളെല്ലാം നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും. അതിൻ്റെ ആദ്യത്തെ ഒരു വെർഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെന്ന് പറയുന്ന സോളിനെ പ്രപഞ്ചശക്തിയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ നിൽക്കുകയും അതിൽ നമ്മളുടെ കാൽമുട്ടിൽ അത് ഇങ്ങനെ വെച്ചുകൊണ്ട് നമ്മൾ ചെറിയ രീതിയിൽ ഈ 3 വിരലുകൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ടല്ല, കുറച്ച് ഒന്ന് ഉയർത്തിക്കൊണ്ട്, ബുദ്ധിസത്തിൽ ഇതിനെ വിതർക്ക് മുദ്രയെന്നും പറയും. അങ്ങനെ നമ്മൾ ആ ഒരു മുദ്രയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തൊരു 25 മിനിറ്റ് ഇരുന്നാൽ അവിടെ നമ്മൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടേതായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള ആ ഒരു ഡില്യൂഷൻ അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം വിട്ടിട്ട് നമ്മളുടെ ആ ഒരു ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് യൂണിവേഴ്സൽ പവറിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് യൂണിവേഴ്സൽ എനർജി അല്ലെങ്കിൽ ഡിവൈൻ പവേഴ്സിൻ്റെ ആ ഒരു ഇൻഫർമേഷൻ, നോളജ് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ, അങ്ങനത്തെ ബ്ലെസ്സിങ്സ് എല്ലാം കിട്ടിക്കൊണ്ട് നമ്മൾക്ക് ഓരോ നിമിഷവും ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജ്ഞാനമുദ്ര ഈ രീതിയിൽ വയ്ക്കുക. അതായത് വളരെ സ്ട്രെയിറ്റ് ആയിട്ടല്ല, ഒരല്പം മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തി 3 വിരലുകൾ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് നമ്മളുടെ കാൽമുട്ടിൻ്റെ മുകളിൽ നമ്മൾ മെഡിറ്റേഷൻ രീതിയിൽ വെറുതെ ഇരിക്കുക. ഇവിടെ നമ്മൾ മന്ത്രങ്ങളൊന്നും ചാൻറ്റ് ചെയ്യേണ്ട. നമ്മൾ ആ ഒരു ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമായി ഇരുത്തിക്കൊണ്ട് സോൾ ലെവലിൽ നിന്നുകൊണ്ട് നമ്മൾ അങ്ങനെ ഇരുന്നാൽ മതി. അതാണ് ആദ്യത്തെ ആ ഒരു വെർഷൻ. 3 വിരലുകൾ മുകളിലേക്ക് ചെറുതായിട്ടൊന്ന് ടിൽറ്റ് ചെയ്ത് മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ ജ്ഞാനമുദ്ര ചെയ്യുക. അതായത് നമ്മളുടെ പ്രപഞ്ചശക്തിയുമായിട്ട് എപ്പോഴും വളരെ കണക്റ്റഡായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ മുദ്ര വെച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ ജ്ഞാനമുദ്രയുടെ ഒരു വെർഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ 3 വിരലുകൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ നേരെ ഇങ്ങനെ പിടിക്കുക. ഈ 3 വിരലുകൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമ്മുടെ കാൽമുട്ടിൻ്റെ മുകളിൽ വെക്കുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എല്ലാ ദിവസവും രാവിലെ വിഷ്ണു സഹസ്രനാമം ചൊല്ലുക, വൈകിട്ട് ലളിത സഹസ്രനാമം ചൊല്ലുക വളരെ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കലിയുഗത്തിൻ്റെ ഒരു അവസാനമായി ഇനി കൽക്കിയുടെ അവതാരം വരുന്നതിൻ്റെ ഇടയിലുള്ളൊരു കൺജങ്ഷൻ പീരീഡൊക്കെ നടക്കുന്നത് കൊണ്ട് വിഷ്ണു സഹസ്രനാമം വളരെയധികം പവർഫുള്ളാണ്.
ലളിത സഹസ്രനാമവും അതുപോലെ പവർഫുള്ളാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ രാവിലെയും വൈകിട്ടും പാരായണം ചെയ്യുമ്പോൾ നമ്മളുടെ ഈ നട്ടെല്ല് എന്ന് പറഞ്ഞ നിവർത്തി വെച്ചുകൊണ്ട് ഈ ഒരു മുദ്രയിൽ മാത്രം നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമ്മളുടെ കൈകളിലെ മുദ്ര ഇങ്ങനെ വെച്ചുകൊണ്ട് മാത്രം പാരായണം ചെയ്താൽ നമ്മളിലുള്ള തമോ ഗുണം, രജോ ഗുണം, സാത്വിക ഗുണം എന്ന് പറയുന്ന നമ്മൾക്കറിയാം. തമോ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എന്ത് കിട്ടിയാലും നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടുക, വെട്ടടാ, തിന്നടാ, കൊല്ലടാ, ചവിട്ടടാ എന്നുള്ള ആ ഒരു രീതി, അല്ലെങ്കിൽ നമുക്ക് ഓഫ് പൊസിഷൻ, എന്താരെന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും അങ്ങനെ കുഴപ്പമില്ല, ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നുള്ളൊരു നിലപാടിൽ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഓൺ ആൻഡ് ഓഫ് പൊസിഷനിൽ നിൽക്കുന്ന ഒരവസ്ഥ. അല്ലെങ്കിൽ രജോ ഗുണം, ഞാൻ എന്ന ഭാവത്തിൽ ആ ഒരു രീതിയിൽ വളരെ അഗ്രസീവായിട്ട് നിൽക്കുന്ന ആ ഒരു രീതി. അല്ലെങ്കിൽ സാത്വിക ഗുണം, നമ്മളുടെ ഇമോഷൻസിന് ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ട് ആ ഒരു രീതിയിൽ എന്ത് ഡിസിഷനാണ് കൃത്യമായിട്ട് എടുക്കേണ്ടതെന്നൊന്നും ചെയ്യാൻ പറ്റാത്ത നമ്മളുടെ ആ ഒരു ഇല്യൂഷണറി സ്റ്റേജ് ഒക്കെ ആയിട്ടുള്ള ഈ 3 ഗുണങ്ങളെ നമ്മൾ വളരെ സ്റ്റേബിളാക്കി നിർത്തിക്കൊണ്ട്, അങ്ങനത്തെ ആ ഒരു 3 ഗുണങ്ങളെ നമ്മളുടെ 0 പൊസിഷനിലാക്കിക്കൊണ്ട് ആ യൂണിവേഴ്സൽ പവറിൻ്റെ ആ ഒരു പാദങ്ങളിൽ എപ്പോഴും ഒരു സോൾ ലെവലിൽ നിന്നുകൊണ്ട് ഞാനൊന്നുമല്ല, പ്രപഞ്ചമാകുന്ന മുഴുവൻ ശക്തി എല്ലാമാണ്, എൻ്റെ സുപ്രീം പേരൻ്റാണ്, അപ്പം എന്നെ നേർവഴിക്ക് മാത്രം എപ്പോഴും ഉറങ്ങുമ്പോൾ പോലും എന്നെ നയിച്ചോളും എന്നുള്ള രീതിയിൽ നമ്മൾ ഈ 3 ഗുണങ്ങളെ നമ്മളുടെ 0 ലെവലിലേക്ക് ന്യൂട്രലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു ജ്ഞാനമുദ്രയിലിരിക്കുക. അതിന് ഈ 3 വിരലുകൾ പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ കാൽമുട്ടിൻ്റെ മുകളിൽ വെച്ച് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക. അതാണ് 2ാമത്തെ വെർഷൻ ജ്ഞാനമുദ്രയുടെ. ഇനി 3ാമത്തെ ഒരു വെർഷൻ എന്ന് പറഞ്ഞാൽ ഈ വിരലുകൾ നമ്മൾ ഭൂമി മാതാവിലേക്ക് പോയിന്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ ചാൻഡ് ചെയ്യുക. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള അറ്റാച്ച്മെൻറ്റ്സ്, മറ്റുള്ളവരോട്, മറ്റുള്ള കാര്യങ്ങളോട് ഒക്കെയുള്ള നമ്മളുടെ ആ ഒരു അറ്റാച്ച്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മളുടെ ഇമോഷൻസിനെ നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മളുടെ ആ ഒരു കാര്യങ്ങളെല്ലാം നേടിയെടുക്കുന്ന ആ ഒരു രീതി ചെയ്യുന്നത് തെറ്റാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മൾ കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ വേണ്ടി ഇങ്ങനത്തെ മാനിപ്പുലേഷൻസ് മറ്റുള്ളവരിലേക്ക് പ്രയോഗിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മാനിപ്പുലേഷനിൽ നമ്മൾ വീണു പോവുക, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ബന്ധങ്ങൾ വരികയും അവരുടെ ആ ഒരു തോട്ട് പ്രോസസ്സിങ്ങിൽ നിന്ന് നമുക്ക് വിടുതൽ വാങ്ങിച്ച് പോകാൻ പറ്റാതെ എങ്ങോട്ട് തിരിഞ്ഞാലും എന്ത് ചെയ്താലും ഇവരുടെ ഓർമ്മകൾ, പേര്, കാര്യങ്ങൾ ഒക്കെ നമ്മളെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന, സ്റ്റക്കായിട്ട് ജീവിതം ഇങ്ങനെ സ്റ്റാഗ്നൻ്റായി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കതിൽ നിന്നെല്ലാം റിലീസ് കിട്ടിക്കൊണ്ട് സ്വതന്ത്രമായിട്ട് ഒരു ഫ്രീ സ്പിരിറ്റായിട്ടൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് എല്ലാ തരത്തിലുമുള്ള അറ്റാച്ച്മെൻറ്റ്സ്, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർ നമ്മളുടെ അടുത്ത് വരുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അവരെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് നമ്മളുടെ കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞുകൊണ്ട് അവർ നമ്മളെ ചതിക്കുഴിയിലേക്ക് കൊണ്ട് താഴ്ത്തിയിടുക, അങ്ങനത്തെ എല്ലാ നമ്മളുടെ ഇൻസെക്യൂരിറ്റീസിനെയും നമുക്ക് ആ ഒരു രീതിയിൽ വിടുതൽ വാങ്ങിച്ചുകൊണ്ട് നമുക്ക് റിലീസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഈ 3 വിരലുകൾ നമ്മൾ ഭൂമി മാതാവിലേക്ക് പോയിന്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ രീതിയിൽ ജ്ഞാൻമുദ്ര പ്രാക്ടീസ് ചെയ്താൽ എല്ലാ തരത്തിലുമുള്ള ആ ഒരു ഇൻസെക്യൂരിറ്റീസ്, കൺട്രോളിങ് ഇഷ്യൂസ്, അറ്റാച്ച്മെൻറ്റ്സ്, അങ്ങനത്തെ കാര്യത്തിൽ നിന്നെല്ലാം നമുക്ക് സ്വതന്ത്രമായി നിന്നുകൊണ്ട് നമുക്ക് നല്ല തീരുമാനങ്ങളെടുത്ത് ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാനും നടക്കാനും ഒക്കെ ഇത് സഹായിക്കും. ഇനി ഇതും നമ്മൾ കാൽമുട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഇനി ജ്ഞാൻമുദ്രയുടെ ഒരു 4ാമത്തെ വെർഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു വെർഷനാണ്. അതായത് നമ്മളുടെ കഴിഞ്ഞു പോയ ജന്മങ്ങളിൽ നമ്മൾ ആരായിരുന്നുവെന്നോ, അല്ലെങ്കിൽ ആ ഒരു ജന്മങ്ങളിലെല്ലാം നമ്മളുടെ ആത്മാവിന്, സോളിന് എന്തെല്ലാം ഇൻഫർമേഷൻ കിട്ടിക്കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ആ ഒരു സോൾ ലെവലിൽ ആർജിച്ചിട്ടുണ്ടെന്ന് ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒന്ന് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ സ്പിരിച്വൽ പാത്ത്, അല്ലെങ്കിൽ ഈശ്വരൻ, അല്ലെങ്കിൽ പ്രപഞ്ചശക്തി, അല്ലെങ്കിൽ സ്പിരിറ്റ് ഗൈഡ്സ്, അല്ലെങ്കിൽ ആത്മീയത എന്നൊക്കെ ഒന്ന് കേൾക്കുമ്പോൾ നമ്മളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയൊന്ന് നിർത്തിയിട്ട് എന്താ എന്നൊന്ന് അറിയാൻ ശ്രമിക്കാനായിട്ട് നമ്മളുടെ മനസ്സൊന്ന്, അല്ലെങ്കിൽ നമ്മളുടെ സോൾ ലെവലിൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കി ഒരല്പനേരം അതിനു വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയോ നല്ല കർമ്മങ്ങൾ കഴിഞ്ഞ ജന്മത്തിലൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് നമ്മളുടെ ഈ ജന്മത്തിൽ നമ്മളുടെ ദൗത്യം ആ ഒരു രീതിയിൽ നമ്മളെ കണക്ട് ചെയ്ത് ഡൈവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഉള്ളിൽ അത്രത്തോളം
അഭൗമമായിട്ടുള്ള ആ ഒരു ആത്മീയമായിട്ടുള്ള അറിവ് പല ജന്മത്തിലും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർക്കഥ പോലെ, ഒരു മാലയുടെ പല പല മുത്തുകൾ ചേരുന്നത് പോലെ നമ്മളെ അതെല്ലാം ഈ ഒരു ജന്മത്തിൽ പല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കാനും, പ്രഭാഷണം കേൾക്കാനും, മന്ത്രങ്ങൾ ചാൻറ്റ് ചെയ്യാൻ, ഈശ്വരന് അമ്പലങ്ങളിൽ പോകാൻ, അല്ലെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് കാണാനൊക്കെ നമ്മളെ പിടിച്ചു നിർത്തുന്നുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫ് പർപ്പസ് ഈശ്വരീയ സാന്നിധ്യത്തിലേക്ക് നടന്ന് അടുക്കാൻ വേണ്ടിയിട്ട് ഒക്കെ നമ്മളെ പ്രിപ്പയർ ചെയ്യുകയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാസ്റ്റ് ലൈഫിൽ നമ്മളുടെ സോളിന് എന്തൊക്കെ അറിവുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഇത്രയും നേരം 3 വർഷം ഈ മുദ്രകളെല്ലാം കൈ നിവർത്തി വെച്ചു എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കൈ ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് നമ്മളുടെ ഈ 3 വിരലുകൾ കുറച്ചൊന്ന് കപ്പ് ഷേപ്പിൽ ഇങ്ങനെ ചുരുട്ടി വെച്ചുകൊണ്ട് നമ്മളുടെ കാൽമുട്ടിൻ്റെ മുകളിൽ സിമ്പിളായിട്ട് ഇങ്ങനെ ഇരുന്ന് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക. നമ്മൾക്കറിയാം, നമ്മൾ വെള്ളം കോരുമ്പോൾ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ച് നമ്മൾ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നാൽക്കാലികളെയൊക്കെ അല്ലെങ്കിൽ കുതിരയൊക്കെ നമ്മളിങ്ങനെ അതിൻ്റെ കടിഞ്ഞാൺ പിടിക്കുമ്പോൾ നമ്മൾ ഉള്ളിലേക്കാണ് പിടിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു പാത്രം അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സൊക്കെ പിടിക്കുമ്പോൾ ഉള്ളിലേക്കാണ് പിടിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ ഇരിക്കുന്ന സോളിൻ്റെ ആ ഒരു കഴിഞ്ഞ ജന്മത്തിലൊക്കെയുള്ള ഇൻഫർമേഷൻ നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെയും നമ്മുടെ ആ ഒരു സോൾ ലെവലിലെ ഇൻഫർമേഷൻ അറിഞ്ഞുകൊണ്ട് ഈ ഒരു ജന്മത്തിൽ നമുക്കതിൽ നിന്നുള്ള എസൻസ് എല്ലാം പകർന്നുകൊണ്ട് എങ്ങനെ നമ്മുടെ ലൈഫ് പർപ്പസിലേക്ക് കണക്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മളുടെ ഉള്ളിലേക്കാണ് ഈ 3 വിരലുകളും ബാക്കി എല്ലാ രജോ ഗുണം, തമോ ഗുണം, സാത്വിക ഗുണം ആയിട്ടുള്ള ഞാൻ എന്ന ഭാവത്തിനെല്ലാം നമ്മൾ കളഞ്ഞ് ഈഗോടുത്ത് വന്നതിന് ശേഷം എൻ്റെ സോളിൽ എന്തെല്ലാമാണ് ആ എസൻസ് ഇരിക്കുന്നതെന്നും അത് എൻ്റെ ലൈഫ് പർപ്പസിലേക്ക് ഈ ജന്മത്തിൽ എന്തിനു ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നു എന്നുള്ള രീതിയിൽ ആ ഒരു ദൗത്യത്തിലേക്ക് കണക്ട് ചെയ്യാനുള്ള എല്ലാ ഇൻഫർമേഷനും ചിലപ്പോൾ നമ്മൾക്ക് സ്വപ്നത്തിലൂടെ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബുക്ക് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ പല ആളുകളുമായിട്ടുള്ള ആശയവിനിമയം നടത്തുമ്പോൾ ഒക്കെ നമുക്ക് നമ്മളുടെ പല കാര്യങ്ങളും നമ്മളുടെ ആ ഒരു ഹയർ കോൺഷ്യസ്നെസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ സോൾ ലെവലിൽ നിന്നുകൊണ്ട് നമുക്ക് ചിന്തിച്ചെടുക്കാനായിട്ടൊക്കെ ഈശ്വരീയ സാന്നിധ്യം നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വെർഷൻ നമ്മൾ ഞാൻ മുദ്ര, അതായത് നമ്മൾ താഴേക്ക് പോയിൻ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ബാക്കി 3 വിരലുകൾ ഒന്ന് കപ്പ് ഷേപ്പിലാക്കി വെച്ചുകൊണ്ട് നമ്മുടെ കാൽമുട്ടിൻ്റെ മുകളിൽ വെച്ച് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക. ഇതാണ് ധ്യാൻ മുദ്രയുടെ ഒരു 4 വെർഷൻ. നമുക്ക് എല്ലാ ദിവസവും മെഡിറ്റേഷൻ കഴിഞ്ഞ് ഒരു 25 മിനിറ്റ്, നമുക്ക് ഓരോന്നിനും 25 മിനിറ്റ് വേണ്ട, ഇതെല്ലാം കൂടെ ഒരു 25 മിനിറ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അതല്ലെങ്കിൽ ആദ്യമൊക്കെ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുമ്പോൾ ആ ഒരു ഹയർ കോൺഷ്യസ്നെസ്സിൽ അല്ലെങ്കിൽ നമ്മളുടെ പ്രസൻ്റായിട്ടുള്ള ചിന്താതലങ്ങളെയെല്ലാം വിട്ടിട്ട് നമ്മളുടെ മനസ്സിനെ വളരെ ഏകാഗ്രമായിരുന്നു ചെയ്യണമെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ജോലി ചെയ്യുമ്പോഴും നമുക്ക് ഒരു കൈ ഇങ്ങനെ കപ്പ് ഷേപ്പിലാക്കി വെച്ചുകൊണ്ട് നമ്മളുടെ സോളിൻ്റെ ആ ഒരു പഴയ ആ ഒരു ജനറേഷനിൽ അല്ലെങ്കിൽ പൂർവ്വജന്മങ്ങളിൽ എന്തെല്ലാം ഇൻഫർമേഷൻ ആ ഒരു സോൾ ലെവലിൽ ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു പല ജോലികൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിലും ഒക്കെ നമുക്ക് ഇതുപോലെ ഇരുന്ന് നമ്മളുടെ ആ ഒരു സോളിൻ്റെ ആ ഒരു ഡെപ്ത് അല്ലെങ്കിൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ അറിവുകൾ ഒക്കെ പകർന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു മുദ്ര വെച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മുദ്രയിലൂടെ ഇതിനെല്ലാം പുറമെ നമ്മളെപ്പോഴും ഞാൻ എന്ന ആ ഒരു സോള്, പ്രപഞ്ചം എന്ന് പറയുന്ന പ്രപഞ്ചശക്തി അല്ലെങ്കിൽ പ്രപഞ്ചനാഥൻ എന്ന് പറയുന്ന ആ സോളുമായിട്ട് എപ്പോഴും വളരെ കണക്റ്റഡ് ആയിട്ടിരിക്കാൻ, ഇതിലും കൂടുതൽ നമ്മളുടെ സുപ്രീം പേരൻറ്റുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഈ മുദ്ര നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാരുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും